എക്സ്പെർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി ഇങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് ഇന്നൊരു ഓണം ക്ലീനിങ് ആണ് കേട്ടോ. ഞാൻ വീട് ഫുൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാണ്. എനിക്ക് ഒരു ദിവസമൊക്കെ മതി, കാരണം നമ്മൾ താഴെ മാത്രമാണ് ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. മുകളിൽ ഫർണിച്ചർ ഒന്നുമില്ല, പ്ലെയിൻ ആണ്. മുകളിലത്തെ ലിവിങ് ഹാളിൽ ഫർണിച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി റൂമുകളൊക്കെ പ്ലെയിൻ ആയതുകൊണ്ട് മുകളിൽ വലിയ ക്ലീനിങ് ഒന്നുമില്ല. താഴെയാണ് കൂടുതൽ ക്ലീനിങ് കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് ക്ലീനിങ് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊരു ഡീപ്പ് ക്ലീനിങ് ഒന്നും ഇല്ല. സ്ഥിരം നമ്മൾ അടിച്ച് തുടയ്ക്കണതൊക്കെയാണ്. പിന്നെ ഈ മാറാലുണ്ടല്ലോ, അതും അവിടെ ഉണ്ടാകുന്ന പിന്നെ നമ്മൾ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിലെ പൊടികൾ നമ്മൾ ഡെയിലി അടിച്ചു വരുമ്പോൾ കളയാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോഫ്റ്റ്വെയർ അടിയിലായാലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മാത്രമേ ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ടാവാറുള്ളൂ. വലിയ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനുള്ള സ്ഥലം എന്താ പറയുക, ആവശ്യമൊന്നും ഇല്ല. നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നാലും ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഓണം പ്രമാണിച്ച് നമുക്കൊന്ന് വീടൊന്ന് ക്ലീൻ ചെയ്ത് ഫ്രഷാക്കി എടുക്കാം കേട്ടോ. അപ്പം അന്നത്തെ ഓണത്തിൻ്റെ ഒരു ഒരുക്കം എന്നൊക്കെ പറയുന്നത് അത്താവാറായി വെള്ളിയാഴ്ച അത്താണ്. അപ്പം അതിന് മുന്നൊരുക്കമായിട്ടുള്ള ഒരു വീട് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ കാലത്ത് പണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പം ഇന്ന് ഫിഷ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫിഷ് വാങ്ങിയതുകൊണ്ട് അത് നമുക്ക് കാലത്ത് എണീറ്റപ്പം തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ വന്നിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കറി വെച്ചിട്ടുണ്ട്, മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ബാക്കിയുള്ള പണികളൊക്കെയും മോർണിംഗ് കഴിഞ്ഞായിരുന്നു കേട്ടോ. മോന് സ്കൂളിൽ പോകുന്നുണ്ട്. ചോറും തോരനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അതേ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മീൻകറി, നല്ല ചൂട് മീൻകറി റെഡി ആയിട്ടുണ്ട്. തൃശ്ശൂർ സ്റ്റൈൽ മീൻകറിയാണ് കേട്ടോ. പിന്നെ കായ മെഴുക്ക് വരട്ടി, പേര് നടുവിടെ പറയാം. അങ്ങനെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ക്ലീനിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഹാളിൽ നിന്ന് തന്നെ, ലിവിങ് ഹാളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ മറല കുറേ നാളായിട്ടോ ഞാൻ അടിച്ചിട്ട്. വലിയ കാര്യമായിട്ടുള്ള മാറാലൊന്നും അങ്ങനെ പെട്ടെന്ന് വരാത്തതുകൊണ്ട് മാസത്തിലൊരു പ്രാവശ്യമൊക്കെയാണ് മാറാല അടിച്ച് കളയുന്നത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ മോനെ സ്കൂളിൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ കുടയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ അത് ആദ്യം തന്നെ ഒക്കെ എടുത്ത് അതിൻ്റെ സ്ഥാനത്ത് കൊണ്ട് എടുത്ത് വെച്ചിട്ട് വരാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വെച്ചു. അപ്പോൾ അതിന് തന്നെ നമുക്ക് കർട്ടനുകളൊക്കെ നീക്കിയിട്ടിട്ട് ജനല ക്ലീൻ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ജനലകൾ ക്ലീൻ ചെയ്യാണ്. ഞാൻ ഓരോ റൂമായിട്ടാട്ടോ ചെയ്യുന്നത്. അല്ലാണ്ട് അങ്ങോട്ട് ഫുള്ളായിട്ട് വലിച്ചു വാരിയിട്ടിട്ട് അങ്ങനെയല്ല. ഇത് സെറ്റായി കഴിഞ്ഞാൽ ഇവിടുത്തെ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചു വാരി അത് ഫുള്ളും വേസ്റ്റിലിട്ടതിന് ശേഷമാണ് അടുത്ത സ്ഥലം സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ കയറി വരുന്ന സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയം എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് നേരത്താക്കി ആവുമല്ലോ, കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ അതൊരു നമുക്കൊരു മെസ്സായ രീതിയിൽ നമുക്ക് കിടക്കുന്ന ഫീൽ ചെയ്തൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫുള്ളും അടിച്ചു വാരി അവിടുത്തെ വേസ്റ്റ് എന്തെങ്കിലും എടുത്ത് കളഞ്ഞതിന് ശേഷം അടുത്ത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് തന്നെ നമുക്ക് ജനലകളൊക്കെ ഒരു സൈഡിലെ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. എയറും കിടക്കും. പിന്നെ ജനലൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിരുന്നല്ല കേട്ടോ. വീടിൻ്റെ ഉള്ളിൽ നല്ലൊരു ലെയർ കിടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചൂടെടുത്തൊരവസ്ഥയായിരിക്കും വീടിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ആക്കാറുണ്ട്. ഡെയിലിയും തുറന്നിടാറൊന്നുമില്ല കേട്ടോ. കേട്ട മാത്രമേ മാറ്റിയിടാറുള്ളൂ. അങ്ങനെ ജനലകളുടെ ഉള്ളിലത്തെ മാറാലൊക്കെ ആക്കിയതിന് ശേഷം അപ്പുറത്തെ ലിവിങ് ഹാളിൽ തന്നെ അപ്പുറത്തെ ജനലും കൂടി എടുത്ത് ക്ലീൻ ചെയ്ത് സെറ്റാക്കണം. അതൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ഈ സോഫയുടെ അതിനൊക്കെ നീക്കി വയ്ക്കും. എന്നിട്ട് സോഫയുടെ അടിയിൽ തുടയ്ക്കും. അതുപോലെ തന്നെ മാറാല അതൊക്കെ ഉണ്ടല്ലോ, മുകളിലത്തെ മാറാലകളൊക്കെ ഉണ്ടാവും. ഫാൻ തുടയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ തുടച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ സോഫ ഉണ്ടല്ലോ. സോഫയിൽ വുഡൻ്റെ തേക്കിൻ്റെയാണ് കേട്ടോ നമ്മുടെ സോഫ. അപ്പോൾ ആ കുഷ്യനൊക്കെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അത് ഇടയ്ക്ക് വെയിലൊക്കെ കൊള്ളിക്കണത് നല്ലതാണ്. അതൊക്കെ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ നീക്കാറൊക്കെ ഉണ്ട്. വെയിൽ കൊള്ളിക്കുന്നത് അത്ര ആയിട്ടില്ല, കാരണം നമ്മൾ ഈ അടുത്ത് വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അതുമ്മ എന്തെങ്കിലും വീണിട്ടുണ്ടോ വെച്ചിട്ട് വെറുതെ ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. നനഞ്ഞ തുണി നന്നായി പിഴിഞ്ഞിട്ടൊന്ന് തുടച്ചെടുക്കും. അപ്പോൾ ഒരു ഡെറ്റോളിൻ്റെ വെച്ചിട്ട് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നല്ല, ഇപ്പോൾ കുട്ടികൾ വെള്ളം കുടിക്കുമ്പോൾ വെള്ളം പോയി ഏതായാലും ഫുഡ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ ആ വേസ്റ്റ് ഒന്നും ഇടാറില്ല. അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്തൊന്നും നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ ഒരിക്കലും സമ്മതിക്കാറില്ല കേട്ടോ. കാരണം ടി വിയിൽ നോക്കി നിന്നിട്ട് ഡൈനിങ് റൂമിൽ നിന്നിട്ടാണ് കഴിക്കാറ്. അതുകൊണ്ട് ഇവിടെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മോൻ ചായ കുടിക്കുന്ന സമയത്ത് ചായ ഇവിടെ നിന്നിട്ടായിട്ട് കുടിക്കുക. കാരണം സ്കൂൾ വിട്ട് വരുന്ന ടൈം നല്ല ലേറ്റ് ആയിട്ട് വരും. അപ്പോൾ പിന്നെ ഇന്ന് ടി വി ആണല്ലോ ടൈമില്ല, അതുകൊണ്ട് ആ ചായ കുടിക്കുന്ന നേരത്ത് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ പോയിക്കോട്ടെ വെച്ചിട്ട് ചെറിയ ഡെറ്റോളിൽ മുക്കിയിട്ട് നല്ലവരെ പിഴിഞ്ഞിട്ട്
സോഫ അതിൽ ആ കുഷ്യനൊക്കെ തുടക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ജനലും വൃത്തിയാക്കി മാറാലൊക്കെ അടിച്ചതിന് ശേഷമാണ് ക്ലീനിങ്ങൊക്കെ തുടക്കലൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ സോഫയുടെ അടിയിലത്തെ ഇതൊക്കെ നീക്കിയിട്ട് അവിടെ അടിച്ച് വാരിയിട്ട് തുടച്ചിട്ട് പിന്നെ നേരിട്ട് നീക്കി വെച്ചാൽ മതിയല്ലോ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, ബേക്കിംഗ് സോഡയും പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന സൊല്യൂഷനും വെള്ളവും ഒഴിച്ചിട്ടാണ്, പിന്നെ വിനീഗർ ഒരു സ്പൂൺ കൂടി കേട്ടോ, വിനീഗർ ഇട്ട് ആക്കിയിട്ടുള്ള ലിക്വിഡാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് അപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാ സോഫയുടെ സൈഡും അതുപോലെ തന്നെ അടിയിലും പിന്നെ പൊടിയൊക്കെ ഇടങ്ങൊക്കെ തൊട്ട് അടിച്ച് വെടുപ്പാക്കി ക്ലീൻ ചെയ്തതിന് ശേഷം സോഫേനവിടെ നീക്കി വയ്ക്കും. അത് നീക്കിയതിന് ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ നീക്കി ഇനി പ്രയർ യൂണിറ്റ് അടുത്ത ആക്കുന്നത് നമ്മുടെ വോളുമിലാണ് ഈ പ്രയർ യൂണിറ്റ് ചിത്രിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. പിന്നെ ഞാൻ ഈ ഇത് കണി വയ്ക്കാനുള്ള ഉരുളിയാണ്, അത് ഓവർ വെയിറ്റ് ഇല്ലാത്ത ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനതും ഒരു കണിയുടെ പൂ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ച് ഈ സോഫയുടെ സൈഡിൽ വെച്ചൊരു ഭംഗിയല്ലേ വിചാരിച്ചിട്ട് വെച്ച് വെക്കുന്നതാണ്. പിന്നെ അതും പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഈ ഒരു സൊല്യൂഷനും കൊണ്ട് തുടച്ച് നല്ല സ്മെല്ലൊക്കെ ആക്കി അതൊക്കെ അവിടെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ സോഫയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തത് നമുക്ക് നമ്മുടെ പ്രയർ യൂണിറ്റ് ഒന്ന് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്കുള്ള പൊടി കാര്യങ്ങളൊക്കെ നീക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മളിനി ചവിട്ടി കൂട്ടും തോറും താഴെയും ഒരു ഇത് ബുദ്ധിമുട്ടല്ല. അപ്പോൾ അവിടുത്തെ അത് മാറ്റിയതിന് ശേഷം പ്രയർ യൂണിറ്റിലെ എല്ലാ സാധനങ്ങളും ഓരോ സ്ഥലത്ത് മാത്രം ആദ്യം ഒരു സ്ഥലത്തെ സാധനങ്ങളൊക്കെ വിളക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് താഴെ വെച്ചിട്ട് അവിടെ തുടയ്ക്കും, എന്നിട്ട് അത് കയറ്റി വയ്ക്കും, അതിൽ തുടയ്ക്കാനുണ്ടെങ്കിൽ അതും തുടയ്ക്കും. അങ്ങനെയാണ് കേട്ടോ പ്രയർ യൂണിറ്റ് ഞാൻ സെറ്റാക്കി എടുക്കാറുള്ളത്. പിന്നെ പ്രയർ യൂണിറ്റിൽ തുടയ്ക്കുന്നത് വേറെ തുണി എടുത്തിട്ടാണ് തുടയ്ക്കുന്നത്. അതിലിപ്പോൾ വിളക്കും കാര്യങ്ങളൊക്കെ വേറെ തുണിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുണി നല്ലമാതിരി വാഷ് ചെയ്തതിന് ശേഷമാണ് തുടച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്തും ഓരോ തുണിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പ്രയർ യൂണിറ്റിൽ ഒരു തുണിയാണെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ വേറെ തുണിയും, പിന്നെ അടുക്കളയിൽ വേറെ തുണി, അങ്ങനെയൊക്കെയാണ്. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ അത് തന്നെ തുടച്ച് കഴിഞ്ഞാൽ ഉള്ള പൊടി പോകത്തില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഓരോന്നും എന്താ പറയുക ആസ്വദിച്ച് ചെയ്യുമ്പോൾ വേഗം വേഗം പണികൾ കഴിയും കേട്ടോ. ഇഷ്ടമില്ലാണ്ട് ചെയ്യേണ്ടതെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമുക്കത് ഓരോ പ്രാവശ്യം വയ്യാണ്ട് കൂടുള്ളൂ, എല്ലാ പണി ചെയ്യുന്നതും വയ്യായ കൂടുള്ളൂ. അതുപോലെ തന്നെ ഫ്ലവർ പോട്ടും പിന്നെ ഇതിൻ്റെ കോഫി ടേബിളിൻ്റെ ഉള്ളിലൊക്കെയും ആ പൊടിയൊക്കെ ഉള്ള തട്ടി കളഞ്ഞ് അതൊക്കെ ഒന്ന് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി അങ്ങനെ നമ്മുടെ ലിവിങ് റൂം ഒരുവിധം അടിച്ച് ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ തുടയ്ക്കൽ ഞാനൊന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം നമുക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകാണ്ടായിരുന്നു. അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ സമയം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ മോൻ വരുന്ന ടൈമായി, അതുകൊണ്ട് പിറ്റേ ദിവസമാണ് ഞാൻ തുടയൊക്കെ ചെയ്തത് കേട്ടോ. പിന്നെ വലിയ എന്താ പറയുക തുടയ്ക്കാത്തതിൻ്റെ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ ബെഡ്റൂമുകളിലൊക്കെയും മാറാല അടിച്ചപ്പോൾ തന്നെ ബെഡ് ഒരു സൈഡിലേക്ക് നീക്കിയിട്ടിട്ടാട്ടോ, അതുകൊണ്ട് ബെഡ്ഷീറ്റിലൊന്നും ആയിണ്ടായിരുന്നില്ല. അതൊക്കെ പിറ്റേ ദിവസമാണ് ഞാൻ മാറ്റിയെടുത്തത്. അപ്പോൾ തന്നെ തുടച്ചില്ല. പിന്നെ നമ്മൾ ഓവർ ടയേർഡായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ചു കേട്ടോ. ഞാൻ ശരിക്കും അന്ന് തന്നെ ക്ലീൻ ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് പെട്ടെന്ന് പുറത്ത് പോകേണ്ട അത്യാവശ്യം വന്നുകൊണ്ടാണ് അത് ചെയ്യേണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ലിവിങ് റൂമിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു പാസേജ് വരുന്നുണ്ട്, ആ സെയിം സ്ഥലത്ത് അവിടെ മെയിൻ ഡോറാണത്. അതിൻ്റെ പാസേജിന് അവിടെയാണ് നമ്മുടെ TV യൂണിറ്റ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മറ്റേ സ്ഥലത്തു നിന്നൊക്കെ ഒതുക്കി ഇങ്ങനെ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ TV യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ TV യൂണിറ്റിൻ്റെ മുകളിൽ കുറച്ച് പാവയും അങ്ങനെ കുറച്ച് ഷോ പീസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചതും കുറേ നാളെ ഞാൻ തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചില്ല, പക്ഷേ ടൈം തീരില്ലാത്തതുകൊണ്ട് തുടച്ചില്ല. അപ്പോൾ അതൊന്നും തുടയ്ക്കാണ്ടായിരുന്നു. പക്ഷേ അതിന് താഴത്തേക്ക് ഞാൻ തുടയ്ക്കാറുണ്ട്. ഏറ്റവും മുകളിലത്തെ ഞാൻ പറഞ്ഞു നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത പല സ്ഥലങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെയൊക്കെയും മിക്കതും പൊടിയൊക്കെ നല്ലമാതിരി ഉണ്ടാവും. അപ്പോൾ മന്ത്ലി അറ്റ്ലീസ്റ്റ് നല്ലതാണ്. അപ്പോൾ ഞാൻ തുടയ്ക്കാനുള്ള തുണിയൊന്ന് ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യണതൊക്കെയാണ്. പിന്നെ നമ്മുടെ TVയുടെ മുകളിലത്തെ പൊടി അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല മാതിരി പൊടി ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ TVയുടെ മുകളിൽ. കാരണം ഈ മിററുകളൊന്നും നമ്മളിങ്ങനെ തുടയ്ക്കൽ കുറവായിരിക്കും.
അപ്പോൾ നമ്മൾ അടിച്ചു വരുന്ന പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ അതുപോലെ ഫാൻ കറങ്ങുമ്പോൾ ആ സൈഡിലൊക്കെ പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ ഈ മിററുമ്പോൾ പറ്റി പിടിച്ചാൽ ചാൻസ് കുറവ്. അപ്പോൾ അതൊന്നും ജസ്റ്റ് ഈ ലിക്വിഡ് കൊണ്ട് കുറച്ച് ഓറൊഴിക്കരുത്, ലിക്വിഡ് കൊണ്ട് തുവയ്ക്കുന്ന നല്ലതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ടി വിയുടെ സ്റ്റാൻഡ് നമുക്ക് മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നതുകൊണ്ട് നല്ലൊരു കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. കാരണം നമുക്ക് ടി വിയുടെ ബാക്ക് സൈഡിലത്തെ പൊടിയൊന്നും തുടയ്ക്കാൻ പറ്റില്ല, കാരണം ടൈറ്റ് ആയിരിക്കും, നമ്മൾ കൈയിട്ടാൽ എത്തൂല. അപ്പോൾ ഈ ഒരു സാധനമുള്ളതുകൊണ്ട് നമുക്ക് ടി വിയിൽ നല്ല രീതിയിൽ മൂവ് വെച്ച് ടി വിയുടെ ബാക്ക് സൈഡും അതുപോലെ തന്നെ ആ വയറൊക്കെ നിൽക്കുന്നതിൻ്റെ ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ അതൊക്കെ തുടയ്ക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ടി വി യൂണിറ്റിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടിയിലത്തെ അതുകൂടി തുടച്ച് ടി വി യൂണിറ്റ് അങ്ങനെ സെറ്റായി. പിന്നെ അടിയിലത്തെ ഷെൽഫുകളൊന്നും വലിയ കാര്യമായിട്ട് തുടയ്ക്കാമെന്നില്ല, കാരണം അതിൽ വലിയ കാര്യമായിട്ടുള്ള ഐറ്റംസുകളൊന്നുമില്ല. ടോർച്ച്, ലാമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതിൽ വെച്ചേക്കുന്നത്. പിന്നെ ഒരെണ്ണത്തിൽ ടി വിയുടെ പ്ലഗ് കാര്യങ്ങളും പിന്നെ അങ്ങനെ അത്ര ഉപയോഗിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ടാപ്പുകൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടെ വെച്ച് നോക്കുന്നത്. അപ്പോൾ നല്ല ഫൈനലി നമ്മുടെ ലിവിങ് റൂം തുടച്ച് അടിച്ചു വാരി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ലിവിങ് റൂമിലത്തെ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മുടെ സ്റ്റെയർ യൂണിറ്റ് ഉണ്ടല്ലോ, സ്റ്റെയർ കേസിൻ്റെ, അപ്പോൾ അതിൻ്റെ ആ ഒരു വശം അത് ചെറിയൊരു പോർഷനാണ്. സ്റ്റെയറും അതിൻ്റെ അടിയിൽ ചെറിയൊരു കോട്ടിയാടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ റൂം കഴിയുമ്പോൾ ഓരോ ആശ്വാസമാട്ടോ. പിന്നെ അതല്ലേ കുറച്ചല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടിയൊക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ റേഡിയോയിൽ പാട്ടൊക്കെ വെച്ചിട്ടൊക്കെ ആട്ടോ ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് സ്റ്റെയർ കേസിൻ്റെ അടിയിലൊന്ന് ക്ലീൻ ചെയ്യണം. സ്റ്റെയർ കേസിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇതാണ് വെച്ച് നോക്കുന്നത്, ഇൻവെർട്ടറാണ് വെച്ചിരിക്കുന്നത്. പിന്നെ മോൻ്റെ ടോയ്സിൻ്റെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, കാർഡ്ബോർഡ് ബോക്സ്, അതിൻ്റെ ഉള്ളിലാണ് അവൻ്റെ ബോക്സ് വയ്ക്കുന്നത്. അപ്പോൾ ആ ഭാഗമൊന്നും വലിയ കാര്യമായിട്ട് മെസ്സല്ല. പിന്നെ നമ്മുടെ ടൂൾ കിറ്റുകൾ അങ്ങനത്തെ സാധനങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വലിയ പ്രശ്നമില്ല. എന്നാലും ചിലപ്പോൾ മുകളിലൊക്കെ ചെറിയ മാറാലൊക്കെ ഞാൻ ജസ്റ്റ് അടിക്കുന്നതിൻ്റെ കൂട്ടത്തോടെ ഞാൻ അത് അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കോട്ടിയാടിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ മാറ്റാണ് ഇട്ടോക്കുന്നത്. അപ്പോൾ അതൊന്നും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ക്ലീൻ ചെയ്യണം. അതിൻ്റെ അടിയിലൊക്കെ നല്ല മരിപ്പൊടി ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വല്ലപ്പോഴൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. അതിന് മന്ത്ലി ക്ലീനിങ്ങിന് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അതിൻ്റെ ഇടയിൽ വീക്ക്ലി ക്ലീൻസിനൊന്നും ഞാൻ അത് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ആകെ ടയേർഡായിപ്പോവും. അപ്പോൾ ഇതേ ഭാഗം നല്ല മാതിരി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത പൊടിയും കാര്യങ്ങളൊന്നും അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സെയിം സ്ഥലത്ത് തന്നെ കൊണ്ട് എടുത്ത് വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബെഡ്റൂം അല്ലെ ഒന്ന് സെറ്റാക്കണം. ബെഡ്റൂമിലും അതുപോലെ തന്നെ മാറാരം നല്ല മാതിരി ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ വീടിനുള്ളിൽ അടുപ്പ് കത്തിക്കുന്നുണ്ട്, അപ്പോൾ മാറാലൊക്കെ പെട്ടെന്ന് വരാനുള്ള ചാൻസ് കൂടുതലല്ലേ. അതാണ് കൂടുതലും ഇവിടെ മാറാല വരുന്നത് കേട്ടോ. അല്ലാത്ത സമയങ്ങളൊന്നും ഇങ്ങനെ വലിയ കാര്യമായിട്ട് നമ്മൾ വീട് പൂട്ടിയിട്ട് പോയ സമയങ്ങളൊന്നും വലിയ മാറാലൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലും മാറാല വരുന്നത് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ജനലും വാതിലും ഒക്കെ തുറന്ന് അതിൻ്റെ സൈഡ് മുക്കും മൂലയും ഒക്കെ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ വിൻഡോസ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ലിക്വിഡ് ഉപയോഗിച്ച് 2 വിൻഡോസും എല്ലാ സ്ഥലത്തെ വിൻഡോസും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് വീഡിയോയിലൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ, കാരണം വീഡിയോ നല്ല രീതിയിൽ ലെങ്ത് ആയിപ്പോവും. പിന്നെ ഫാൻ ക്ലീൻ ചെയ്യുന്ന ഈ ഒരു മോപ്പ് നല്ല മോപ്പാണ് കേട്ടോ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നുള്ളൂ. നമ്മളിങ്ങനെ ഒരാൾ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ, അതായത് എന്തെങ്കിലും വടി കൊണ്ട് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നല്ല കംഫർട്ടബിളായിട്ട് ക്ലീൻ ആവും. ക്ലീനായിട്ട് അടിയിലും മുകളിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ ഫാനും ഈ ഒരു ഇതുകൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നത്. നല്ല ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കട്ടിൽ, ഇത് പെട്ടെന്ന് മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന കട്ടിലാണ്. നമ്മൾ ഒന്നും ഫിക്സഡ് കട്ടിലല്ല, ഒക്കെ സെപ്പറേറ്റ് മൂവ് ചെയ്യിക്കാമെന്ന കട്ടിലാണ് വെച്ച് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ചുമരുമൊക്കെ അടുപ്പിച്ചില്ല നിൽക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചൊക്കെ വരുമ്പോൾ അതിൻ്റെ പൊടിയും പിന്നെ അവിടെ ഉണ്ടായിരുന്ന മാറാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല മാതിരി പൊടി ആ സൈഡിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തുടച്ചു. അതുപോലെ തന്നെ എൻ്റെ അയൺ ബോക്സും പ്രിൻ്ററൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ പൊടി ഉണ്ടായിരുന്നു, അതൊക്കെ തുടച്ച് കളഞ്ഞായിരുന്നു. ഇതൊക്കെ നമ്മൾ ഡെയിലി അടിച്ചു വാരേണ്ട ഒപ്പം ചെടി തട്ടാനും പിട്ടാനൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ അടിക്കുന്നതിൻ്റെ ഒപ്പം പൊടി കാണുമ്പോൾ ഏതെങ്കിലും തുണി കൊണ്ട് നടക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ അതും കൂടി പ്രാവശ്യം കൊണ്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിൻ്റെ അവിടെ നിന്ന് വലിയ കാര്യമായിട്ടുള്ള പൊടിയൊന്നുമില്ല. പക്ഷേ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ കൊണ്ട് ഞാൻ വയറും കാര്യങ്ങളൊക്കെ അങ്ങനെ വിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെ സ്ഥാനത്ത് ഒതുക്കി വയ്ക്കും. പിന്നെ ആവശ്യാനുസരണം മാത്രമേ വയറങ്ങനെ എടുത്ത് വയ്ക്കുള്ളൂ കേട്ടോ. അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുവന്ന ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്യാറുണ്ട്. നല്ല ടയർഡായിരുന്നു. അപ്പോൾ ഞാൻ കാലത്ത് വലിയ കാര്യമായിട്ട് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ട് ചോറുണ്ട് കേട്ടോ. ചോറ്, മീൻകറി, കായ, മെഴുക്ക് വരട്ടി, പിന്നെ മോരുകറി ഉണ്ടായിരുന്നു, ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള പണി ആക്കുന്നത് കേട്ടോ. 1 മണിയായി. എനിക്ക് 1:30 സമയത്ത് പോകാനുണ്ടായിരുന്നു. ഇനി ബാക്കി ഒരു റൂമും ഡൈനിങ് റൂമും കിച്ചണും ക്ലീൻ ചെയ്യണം. ഇനി വേഗം തന്നെ ചോറുണ്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ.
പിന്നെ ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ വെറുതെ ഇന്ന് ഫോൺ നോക്കിയിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് 2 മിനിറ്റേ ഫോൺ നോക്കിയുള്ളൂ. അതെന്തെങ്കിലും കോൾസോ കാര്യങ്ങളോ എന്തോ വരുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എടുത്ത വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വെറുതെ നോക്കിയായിരുന്നു. ഇനി അടുത്ത ബെഡ്റൂമാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. നമ്മൾ റൂമുകളിലൊന്നും വലിയ കാര്യമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് വന്ന് നാട്ടിൽ സെറ്റിലായതല്ലേ, അപ്പോൾ വലിയ കാര്യമായിട്ട് ചെയ്തില്ല. ഇനി പതുക്കെ റൂമൊക്കെ സെറ്റാക്കി എടുക്കണം. ഫർണിച്ചർ മാത്രമേ സെറ്റായിട്ടുള്ളൂ കേട്ടോ. അതിന് നമുക്ക് എന്താ പറയുക, പൂക്കളും അതുപോലെ തന്നെ സൈഡുകളിൽ ചെടികളൊക്കെ വെച്ച് സെറ്റാക്കണമെന്നൊക്കെ ഉണ്ട്. ഒക്കെ ചെയ്തു വരും. പിന്നെ എൻ്റെ ഡ്രസ്സിങ് ടേബിളാണ്. അപ്പോൾ ഡ്രസ്സിങ് ടേബിളിൻ്റെ ആ സൈഡിലും നമുക്ക് നല്ല ഗ്ലാസിൻ്റെ ആ സൈഡുകളൊക്കെ മാറാലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി ക്ലീൻ ചെയ്യണം. പിന്നെ ഡ്രസ്സിങ് ടേബിളിൻ്റെ ഉള്ളുകളിലൊന്നും ക്ലീൻ ചെയ്യാനില്ല. കാരണം ഞാൻ നാളൊരു ദിവസം ക്ലീനൊക്കെ ചെയ്തതാണ്. അതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയതാണ് കേട്ടോ. ആ മിററും അതുപോലെ തന്നെ ആ ഒരു കമ്മലുകളൊക്കെ ഇരിക്കുന്ന ആ ടേബിളിൻ്റെ ഇതുണ്ടല്ലോ, ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഷെൽഫിൻ്റെ ഉള്ളിലൊന്നും ക്ലീൻ ചെയ്യാനില്ല. പക്ഷേ മുകളിലൊന്ന് തുടച്ചെടുക്കും. പിന്നെ വൈപ്സ് കൊണ്ടാണ് ഞാൻ മിറർ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ തുണി ഉപയോഗിക്കില്ല. തുണി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ സ്ക്രാച്ചസ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. അങ്ങനെ ആ ബെഡ്റൂമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഡൈനിങ് റൂമിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ് റൂം പ്രത്യേകിച്ച് ക്ലീനിങ് ഒന്നുമില്ല. വെറുതെ ഒന്ന് ചുറ്റിമാറലടിക്കുക, ഫാൻ ക്ലീൻ ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളുമേ നിറച്ച് മാറാലായിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് അതും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക ഇതും കഴിഞ്ഞു. നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇനി സ്പീഡ് കൂടുമായിരുന്നു കേട്ടോ. കാരണം ലേറ്റായി, എനിക്ക് പോകണം, 1:30 പോകണം. 2 മണിക്കാണ് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡൈനിങ് റൂം ഒരുവിധമൊക്കെ കഴിഞ്ഞു. ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് അതിന് ശേഷം നമുക്കൊന്ന് അടിച്ചു വാരി എടുക്കണം. അടുത്തൊരു മെയിൻ സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഈ ഷോക്കേസ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളിത് പാർട്ടീഷൻ ചെയ്തതാണ്. വുഡൻ്റെ മൾട്ടി വുഡൻ്റെ പാർട്ടീഷൻ ചെയ്ത് ഈ ഒരു സ്ഥലത്താണ് പെട്ടെന്ന് പൊടി വരുന്നത് കേട്ടോ. മാറാലും വരുന്നുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നൊരു സ്ഥലമാണ്. ഞാൻ മിക്ക ആഴ്ചയിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യും. കാരണം നല്ല രീതിയിൽ കാണുന്നൊരു സ്ഥലമാണ്. നമ്മുടെ ഡൈനിങ് റൂമിൽ നിന്ന് ലിവിങ് റൂം ഡൈനിങ് റൂം കാണാതിരിക്കാനുള്ള ചെറിയൊരു പാർട്ടീഷനാണ് കേട്ടത്. അപ്പോൾ അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കണം എപ്പോഴും. അപ്പോൾ അതൊക്കെ ഇന്നും ക്ലീൻ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അതും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കണ്ടില്ല, കോട്ടിയാടിൻ്റെ അടിയിൽ ബുദ്ധൻ്റെയിൽ നല്ല മരി പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അതും ഞാൻ കാണിക്കാൻ മറന്നു പോയതാണ്. അതും വിളക്കുമൊക്കെ തുടച്ചിട്ടാണ് കയറ്റി വെച്ചത്. ഇനി നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അടിയിലും അടിച്ച് വാരി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം കഴിഞ്ഞിട്ട് പിന്നെ കിച്ചനാണ്. കിച്ചൻ വലിയ കാര്യമായിട്ടുള്ള ക്ലീനിങ് ഒന്നുമില്ല. കിച്ചണിലെ കേർട്ടൻസൊക്കെ മാറി അതൊന്നും മാക്കുക. പിന്നെ മാറാല വരലുണ്ട്, അതൊക്കെ മാറ്റിയേ ഉള്ളൂ. അതുപോലെ തന്നെ കിച്ചൻ്റെ ഉള്ളിൽ കബോർഡുകളുടെ ഉള്ളിലൊന്നും ക്ലീനിങ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഞാൻ ഇടയ്ക്ക് എനിക്ക് തോന്നുന്ന സമയത്തൊക്കെ ആക്കും. അപ്പോൾ ആദ്യം തന്നെ മാറാലൊക്കെ അടിക്കുമ്പോൾ ഫുഡിന് അടിയിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ മാറ്റണം. അതിന് ശേഷമാണ് മാറാലടിക്കൽ തുടങ്ങുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിലും ഇങ്ങനെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വെച്ച് നിറച്ചിട്ടിട്ട് ഞാൻ ക്ലീൻ ചെയ്യാറില്ല. ഓരോന്നും അതത് മാറ്റി അവിടെ നിന്ന് മാറ്റി അത് ക്ലീൻ ചെയ്ത് അവിടെ എടുത്ത് വെച്ച് അങ്ങനെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. പെട്ടെന്ന് ഒരാൾ കയറി വന്നാലും പ്രശ്നമാവരുത് എന്നുള്ളൊരു ഇത് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർ വന്നു നമ്മുടെ ക്ലീനിങ് പോയി അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ സ്ഥലമാണ് ക്ലീൻ ചെയ്യുള്ളൂ. എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നായിട്ടുമില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ടയേർഡായി പോകുമോ, ഫുൾ മെസ്സായാലോ, ഇതിന് ഇത് അവസാനിപ്പിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ഇതാവും. ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ കയറി വന്നാൽ പോലും നമുക്ക് അവിടുത്തെ സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നാലും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല ഓരോ ഭാഗങ്ങൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളൊന്നും കഴുകാണ്ടായിരുന്നു. ഫുഡ് കഴിച്ച പാത്രങ്ങൾ ശരിക്കും കഴുകിയെടുത്തിട്ടായിരുന്നില്ല. ഞാൻ അവിടെ വെച്ച് പോയിട്ടുണ്ടായിരുന്നു, കാരണം സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് അതത് സ്ഥാനത്തൊക്കെ വെച്ചു. അങ്ങനെ നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ കിച്ചണിലത്തെ കൗണ്ടർ ടോപ്പും ഒക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ആ കിച്ചണൊന്ന് അടിച്ചു വാരി കഴിഞ്ഞാൽ ഒരു സമാധാനമായി കേട്ടോ. കിച്ചനും കൂടി കഴിഞ്ഞാൽ സമാധാനം. ബാക്കി എല്ലാവരും ലാസ്റ്റാണ് കിച്ചണിലേക്ക് കയറാറ് കേട്ടോ. ബാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലേക്ക് ലാസ്റ്റ് കയറാറ്. പിന്നെ അതിലെ വാഷ് ബേസിൻ്റെ ആ സിങ്കും ഒക്കെ ക്ലീൻ ചെയ്ത് സോപ്പിട്ട്, കാരണം മീൻ കറി ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും കഴുകി ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്.
അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കിച്ചനും കൂടി അടിച്ചു വാരി കഴിഞ്ഞാൽ എല്ലായിടത്തും ക്ലീനിങ് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്താലും മാറാലായാലും പൊടിയായാലും നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ. അതായത് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്ത് കൊണ്ട് നടന്നാൽ അത്രയ്ക്കും ഫ്രഷ് ആയിട്ട് നമുക്ക് ആക്കാം. പിന്നെ പൊടിയൊക്കെ ഉണ്ടാകുമ്പോൾ അലർജിക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഡെയിലി എപ്പോഴും ക്ലീൻ ചെയ്താൽ നല്ലതാണ്. പൊടി പോകുമ്പോൾ നമുക്ക് അലർജി ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.